ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇത് യൂസ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇതുവരെയും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അത്രയും നല്ല റിസൾട്ട് തരുന്ന ഒരു ഹെയർ ഡൈ ആണ്. അതുപോലെ തന്നെ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കിത് തയ്യാറാക്കാനായിട്ട് ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ കയ്യിലൊരു ഗ്ലൗസ് യൂസ് ചെയ്തതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഇതിൻ്റെ ആ ഒരു കളർ നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ അത് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നാച്ചുറലായിട്ടുള്ള ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിവിടെ ഒരു ഇരുമ്പിച്ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ ഹെന്ന പൗഡർ എടുക്കണം കേട്ടോ. എനിക്കിവിടെ ഒരു 2 സ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ, അതുകൊണ്ടാണ് 2 സ്പൂൺ അളവിൽ എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ കോഫി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 സാഷ കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഏത് കോഫി പൗഡർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് കുറച്ച് നീരെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീര് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ കുറച്ചെടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 സ്പൂൺ തേയില പൊടിയും അതുപോലെ തന്നെ 2 സ്പൂൺ കാപ്പിപ്പൊടിയും കൂടി ചേർത്ത് തിളപ്പിച്ച് വറ്റിച്ചെടുത്തതാണ് കേട്ടോ. അതായത് ഇതുപോലെ ഒരു ഗ്ലാസ്സിന് വെള്ളം എടുത്തിട്ട് അത് ഇതുപോലെ 1/4 ഗ്ലാസ് ആകുന്നത് വരെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്താണ് കേട്ടോ. അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള അലോവേര കൂടി ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ഈ ഹെന്ന പൗഡറൊക്കെ ചേർക്കുമ്പോൾ മുടി ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അലോവേരയൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ആ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ അലോവേരയുടെ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മുടി അധികം ഡ്രൈനെസ് ഒക്കെ ഉള്ള മുടിയാണെന്നുണ്ടെങ്കിൽ അലോവേര കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് നരയൊക്കെ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ പൊടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാം. ഓവർനൈറ്റൊന്നും വെച്ചേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാം. അപ്പോൾ നമ്മളിതിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൽ കുറച്ച് കൂടുതൽ ടൈം കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഒരു 2 മണിക്കൂറൊക്കെ വേണമെങ്കിലും വെക്കാം. അതെല്ലാം നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഡൈ തയ്യാറാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നേരമൊക്കെ വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ നല്ല ബ്ലാക്ക് കളറായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ വരും. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ നമ്മൾ കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. കാരണം അതിൻ്റെ ആ ഒരു കളറ് നമ്മുടെ കയ്യിലോട്ട് ആകും. ഒരു ഗ്ലൗസ് എന്തെങ്കിലും യൂസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അത് നമ്മുടെ നീലയമരിയുടെ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലൊരു 2 സ്പൂൺ അളവിലാണ് ഹെന്ന പൗഡർ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി, അതായത് ഒരു 4 സ്പൂൺ അളവിലാണ് നീലയമരി പൗഡർ ചേർത്ത് കൊടുക്കാനുള്ളത് കേട്ടോ.
അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല ബ്രാൻഡ് നോക്കി നീലമരി പൗഡർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റും നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കളർ നമുക്ക് കിട്ടുകയില്ല, കിട്ടുന്ന കളർ നമുക്ക് അധികം ലാസ്റ്റ് ചെയ്യുകയില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് അളവിൽ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അധികം ഒന്നും ചേർക്കരുത്, ഇത്ര മാത്രമേ ചേർക്കാവൂ. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഉപ്പ് ചേർക്കുന്നത് മുടിക്ക് നല്ലതാണോ, അത് മുടിയിൽ പ്രശ്നം ഉണ്ടാവില്ലേ ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ അതിനുവേണ്ടി ഉപ്പൊന്നും ഇതിന് ചേർക്കുന്നില്ല. ഒരു പിഞ്ച് അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ ആ ഒരു കളറ് നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് നമ്മൾ ഈ നീലമരി പൗഡർ ചേർക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി ബാലൻസ് വെച്ചിരുന്ന ആ ഒരു ഡിക്കോഷനാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് അലർജി ഇല്ലാത്ത ഇൻഡിഗോ പൗഡർ ഏതാണോ അത് തന്നെ എടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇൻഡിഗോ പൗഡർ പരീക്ഷിച്ച് നോക്കാനായിട്ട് നിൽക്കരുത്. പുതിയ പുതിയ ബ്രാൻഡുകൾ വരുമ്പോഴത്തേക്ക് പരീക്ഷിച്ച് നോക്കാറുണ്ട് പലരും. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഏതാണോ ആ ബ്രാൻഡ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതോടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല, ഒരു 5 മിനിറ്റ് നേരത്തേക്ക് വെച്ചിരുന്നാൽ മതി. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു ഹെയർ ഡേ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹെയർ ഡേ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല റിസൾട്ടാണ്. അതുപോലെ തന്നെ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ഡേ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുടി നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്ത മുടിയായിരിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിലൊട്ടും ഇല്ലാത്ത മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നിങ്ങൾക്ക് എത്ര മണിക്കൂറാണോ തലയിൽ ഇത് വെച്ചേക്കാൻ പറ്റുന്നത്, അപ്പോൾ ഓരോരുത്തർക്ക് എത്ര മണിക്കൂറാണ് വെക്കാൻ പറ്റുന്നത് എന്നുള്ളത് അവർക്കേ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു ടൈം പറയുന്നില്ല. നിങ്ങൾക്ക് എത്ര ടൈം തലയിൽ ഇത് വെച്ചേക്കാൻ പറ്റുമോ അത്ര ടൈം നിങ്ങളത് തലയിൽ വെച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ നിങ്ങളിത് കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു ഹെയർ ഡേ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഹെന്ന പൗഡറും ഇൻഡിഗോ പൗഡറും ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ നല്ല ബ്രാൻഡ് നോക്കി റിസൾട്ട് കിട്ടുന്നത് തന്നെ എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഹെയർ ഡേ അപ്ലൈ ചെയ്തതുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അത് മാത്രമല്ല ചിലപ്പോൾ റിസൾട്ട് കിട്ടിയാലും അത് പെട്ടെന്ന് തന്നെ ആ ഒരു കളർ ഫേഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ബ്രാൻഡ് നോക്കി തന്നെ എടുക്കുക. അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് നോക്കി തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്